പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമുണ്ട് വെള്ളിയാഴ്ച. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വെള്ളിയാഴ്ച ദിവസമുണ്ട് ഒരു ഉത്തരം കിട്ടുന്ന സമയം. ലാ യുസാദിഫുഹാ ദഅവത്തു മുസ്ലിം ഇല്ലാ ഇസ്തജാബ അല്ലാഹു ദുആ. ഒരു മുസ്ലിം ആ മനുഷ്യന്റെ പ്രാർത്ഥന ആ സമയത്തോടെ കൂട്ടിമുട്ടിയാൽ ഇല്ലാ ഇസ്തജാബ അല്ലാഹു ദുആ, അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യാൻ പോകൂലാന്ന്. അങ്ങനത്തെ ഒരു ഇജാബത്തിന്റെ സമയം വെള്ളിയാഴ്ചയുണ്ട്. അതെപ്പോഴാണ്? ഖതീബ് മിമ്പറിൽ കയറിയ മുതൽ. മിമ്പറുമൊക്കെ നാളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ കാദിയാർ കുത്തിരിക്കുക. ആ മിമ്പറുമ കയറിയ മുതൽ ജുമാ നിസ്കരിച്ച് സലാം വീട്ടും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടും വരെ, ഇതിനിടയിലാണ് ആ ഇജാബത്ത്. ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിനിടയിൽ ആ നിമിഷം കിണിയും. അപ്പാടെ നിഷ്കാല് കിതാബിൽ പറയുന്ന നിഷ്കാല് ഉസ്താദെ ഖുത്ബോതുമ്പോ ഖുത്ബ കേൾക്കണം. അന്നേരം ദിക്റും ചെല്ലര് സലാത്ത് ചെല്ലര് ഖുർആൻ ഓതണം. ഖുത്ബ കേൾക്കുന്ന സ്ഥലത്ത് ഖുത്ബ കേൾക്കണം. നിക്കരിക്കാൻ കൈകെട്ടിയ വജ്ജഹത്ത്, പിന്നെ ഫാത്തിഹ, പിന്നെ സൂറത്ത്, പിന്നെ റുക്കൂ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരെ നിക്കാർച്ച. പിന്നെ ദ്വാർക്കാനപ്പ നേരം കാദിയാർ മിമ്പറുമ്പോ കേറിയ മുതൽ ജുമാ കഴിഞ്ഞ് സലാം വീട്ടുന്ന വരെയുള്ള സമയത്തിനിടയിലാണ് ആ ഉത്തരം കിട്ടുന്ന കറക്റ്റ് സമയം. ഉസ്താദ് അതുള്ളോണ്ട് എന്താന്ന് പലോ ദ്വാർക്കനപ്പ നേരോ? ഇതൊരു സംശയം തന്നെയാണ്, ഇതൊരു ഇഷ്കാല് തന്നെയാണ്. ആ സംശയത്തിന് ഫുഖഹാ മറുപടി പറയുന്നു, ഇത് ശ്രദ്ധിക്കണേ. അള്ളാഹുവിനോട് ദുആ ഇരക്കാൻ നാവ് കൊണ്ട് പറയല് ഷെറുത്തല്ല. ആണേ പണ്ണേ ദുആ ഇരക്കലിന് നാവ് കൊണ്ട് പറയല് ഷെറുത്തല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അഫ്ആലിക്കും ലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ വയുശീറു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ സദ്രി. ദുആക്ക് നാവ് കൊണ്ട് പറയല് ഷെറുത്തല്ല. ഖൽബ് കൊണ്ട് റബ്ബിനോട് ചോദിക്കാം. ഖൽബ് കൊണ്ട് റബ്ബിനോട് ചോദിക്കാം. ഇന്നല്ലാഹുവിനോട് നിങ്ങൾ ഈ ബാഹ്യമായ രൂപമല്ല അല്ലാഹ് നോക്കുക. ഒരായിരം അഫ്യാരിക്ക് കുഞ്ഞോളാജോ ഓറ് നേരം വെളുത്ത് മൂന്തയോടും ഖുർആൻ ഓതുന്നില്ലേ, ഒരൊറ്റ നോമ്പോറ് വിടുവോ? ഇന്റെ ലാഹിരിയായ പ്രവർത്തനം അല്ല നോക്കുക. ഇനി എന്ത് പ്രവർത്തിക്കുമ്പോഴും നിന്റെ ഖൽബിന്റെ പോക്കങ്ങനെ ഖുലൂബിക്കും നിയ്യാത്തിക്കും. അള്ളാഹുവിന്റെ നോട്ടം മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ നീക്കം എങ്ങനെയാണ്, അതാണ് അള്ളാഹുവിന്റെ നോട്ടം. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗഹ. ലോകത്തിലുള്ള മുസ്ലിമീങ്ങളെ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് ഒരു സ്ഥലത്ത്. ഇദാ സലഹത്, അത് നന്നായാൽ സലഹൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ നന്നായി. അത് അബദ്ധപ്പെട്ടാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവനും നഷ്ടപ്പെട്ടു, ഫാസിദായി. അലാ വഹിയൽ ഖൽബ്, ആ സാധനന്റെ മനുഷ്യന്റെ ഖൽബാണ്. ആ ഖൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. അതുകൊണ്ട് ഖൽബ് കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഖതീബ് മിമ്പറുമ കേറിയ മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള സമയം നിനക്ക് ഖൽബ് കൊണ്ട് കഴിഞ്ഞ് ഖുത്ബ ഇങ്ങനെ കേൾക്കുക. എന്നെന്റെ മനസ്സിൽ പഠിച്ചവന് എന്റെ മകൾക്കൊരു അനുയോജ്യമായ ഇണ കിട്ടണേ അല്ലാ, മനസ്സുകൊണ്ടിഞ്ഞൊരു ഏർക്കുക. പഠിച്ചവൻ എന്റെ മക്കളൊക്കെ വിദ്യാഭ്യാസം പഠിക്കുന്നു, ഒരു ശരിക്കുള്ള ഒരു പുരോഗമനത്തിൽ നീ എന്റെ മക്കളൊക്കെ എത്തിക്കണേ അല്ലാ. എന്റെ മനസ്സിൽ അതാണ്. മുസ്ലിം വെള്ളിയാഴ്ച ഒരു ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം. ആ സമയത്തോട് എന്റെ ദുആ ഉണ്ടായാൽ അല്ലാഹു ഉത്തരം ചെയ്യുന്ന ചെയ്യുന്ന. അപ്പൊ ഇന്ന് പഠിപ്പിച്ച മൂന്നാമത്തെ സംഗതിയാണിത്. ദുആക്ക് ഉത്തരം കിട്ടുമെന്നൊക്കെ 100% പ്രതീക്ഷിക്കാവുന്ന ഒരു കറക്റ്റ് ടൈം വെള്ളിയാഴ്ചയുണ്ട്. അതെപ്പോഴാണ്? ഖതീബ് മിമ്പറുമ കയറിയ മുതൽ ജുമാ നിസ്കരിച്ച് സലാം വീട്ടും വരെയുള്ള സമയത്തിനിടയിൽ ഒരു നിമിഷം. ആ നിമിഷത്തിൽ നിന്റെ ദുആ ഉണ്ടായാൽ കറക്റ്റ് ഉത്തരം കിട്ടുക ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. ഉസ്താദെ, പെണ്ണുങ്ങളാകുന്ന ഞാക്ക് ജുമയില്ലാലോ, അപ്പം പിന്നെ ഞാക്കിത് കേട്ടോണ്ട് എന്താ ഇനി മോളെ ചിന്തിക്കുക. ഈ പള്ളിന്റെ മരത്തിൽ പെണ്ണ് ചെറിയ മഞ്ഞൂരെ കാതി അറപ്പ ഒത്തുമ്പോ ഉടങ്ങല്, അത് 1 മണിക്കാ. നിക്കരിച്ച് സലാം വീട്ടിലപ്പ 1:25. എന്നാ ഇനി റെഡിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോ തന്നെ 100 കരിച്ച് ആ 1 മണി മുതൽ 1:25 വരെ ദ്വാരുന്ന മോളെ എനിക്ക് സമയം കിട്ടും, നിസ്സംശയം കിട്ടും. 3 സംഗതി.
നാലാമത്തെ സംഗതി അത് ജുമാ നിസ്കരി